presence. Thanks your presence. Thanks your presence. Thanks your presence. Holy Spirit, thanks your presence. Thanks your presence. Hallelujah. Thanks your presence. We love you, Jesus. We love you, Holy Spirit. We love you, Jesus. We love you, Holy Spirit. We love you, Jesus. We love you, Jesus. We love you, Jesus. We love you, Holy Spirit. We love you, Jesus. We love you, Holy Spirit. We love you, Jesus. We love you, Holy Spirit. Amen. Hallelujah. Sheila sister line ഉണ്ടല്ലോ അല്ലേ? You can. Yes. Yeah. ഒരല്പസമയം വചനം ചിന്തിച്ചിട്ട് നമുക്ക് ഒന്നിച്ച് അന്യഭാഷയുടെ മീറ്റിങ്ങിലൂടെ കടക്കാം. Yeah, sister, translate it, please. So we're going to meditate some word of God first, then we will worship. Yeah. ഫസ്റ്റ് 20 minutes ദൈവത്തിന്റെ വചനം ചിന്തിച്ചിട്ട് നമുക്ക് അതിലോട്ട് ഇന്ന് അത് പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. First 20 minutes we trust in the Lord for the meditation of the word of God. ഇന്നലെ രാത്രിയിൽ രണ്ട് ടൈമുകളിൽ, അതായത് കടന്ന ശേഷം 2 ടൈമുകൾ ദൈവം എഴുന്നേൽപ്പിച്ച് ആത്മാവിലുള്ള യുദ്ധം കഴിഞ്ഞ് കിടന്ന് പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ തലയ്ക്ക് നല്ല ഭാരമുണ്ട്. Last night twice Holy Spirit woke me up, then I slept, and now I have some heaviness in my heart. എനിക്ക് വേണ്ടി ഈ ആരാധനയിൽ ഒരു ഡെലിവറൻസ് ആവശ്യമായിരിക്കും. അത് 2 പ്രാവശ്യം നമ്മൾ എഴുന്നേറ്റത് കൊണ്ട് തലയ്ക്ക് നല്ല ഭാരമുണ്ട്. I have some heaviness in my head because I woke up twice during night. ആത്മയുദ്ധം എന്ന് പറഞ്ഞാൽ ഈസി അല്ല. Spiritual warfare is not easy. എന്നാൽ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ജയിക്കും. We will win, we will prevail in this battle. കർത്താവ് നമ്മോട് ഉള്ളതുകൊണ്ട്. Jesus is with us. ഹല്ലേലൂയ. പല വൈശാശ്യ മണ്ഡലങ്ങളെ രാത്രി ദൈവം തകർക്കുവാനിടയായി. Yes, God rebuked, God defeated the demonic umbrella last night. ഞാൻ പോലും കാണാത്ത ശക്തികൾ, എനിക്ക് തോന്നുന്ന കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെറീൻ സ്പിരിറ്റിനെ പറ്റി സംസാരിച്ച ശേഷമാണ് ഇതെല്ലാം ഇളകിയിരിക്കുകയാണ്. The demonic kingdom is shaken after I spoke about the marine spirit last 2 weeks. കഴിഞ്ഞ മെറീൻ സ്പിരിറ്റിനെ പറ്റി സംസാരിച്ച ശേഷം ഒരാഴ്ച എനിക്ക് ഭയങ്കരമായ പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. I had some problems in my life, objections after speaking about marine spirit. നമ്മൾ ഈ കടങ്ങൾ കൂട്ടിക്കൊണ്ട് കൈയിട്ടാങ്ങിലിരിക്കുക, അതുപോലെ നമ്മൾ ഇട്ടിരിക്കുകയാണ്. Like I put in the nest of insects. That's how they are attacking me. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവാത്ഭുതങ്ങൾ ചെയ്യും. God will work it out for us. Victory is ours. ഇന്ന് പോൽക്കാലം ദൈവാത്ഭുതങ്ങൾ ചെയ്യും. God will do miracle for us. നമ്മൾ തോറ്റ് പിൻവാങ്ങുന്നവരല്ല, നമ്മൾ ജയിക്കുന്നവരാ. We are the victorious children of God. We are not defeated people. ഹല്ലേലൂയ. നമ്മൾ ജഡത്തിൽ ജയിക്കുന്നവരാണ്. We are taking victory in our flesh. നമ്മൾ ആത്മാവിൽ ജയിക്കുന്നവരാണ്. We are using the spirit. As spirit, we are taking victory over the flesh. നമ്മൾ ആത്മാവിൽ തകർന്നു വീഴുന്നവരല്ല. We are not defeated in our spirit. നമ്മളെ ജഡത്തിലെ പിശാചിനെ നമ്മൾ ഒതുക്കാൻ സാധ്യമല്ല. Enemy cannot defeat us even നമ്മുടെ തോട്ട്സിൽ പോലും പിശാചിനെ നമ്മൾ ഒതുക്കാൻ സാധ്യമല്ല. Devil cannot defeat us. കാരണം യേശു പരിശുദ്ധാത്മാവ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. Jesus is with us. Holy Spirit is with us. ദൈവത്തിന്റെ വചനം നമ്മുടെ കൂടെ ഉണ്ട്. Word of God is with us, inside us. ദൈവീയ ദൂതന്മാരെ നമുക്ക് കാവലുണ്ട്. Angels are surrounding us. ഹല്ലേലൂയ. അതുപോലെ അല്പസമയം ഞാൻ ചിന്തിക്കുന്നത് ആത്മാവിന്റെ ദാനങ്ങളുടെ 3 പട്ടികകൾ അല്ലെങ്കിൽ 3 പട്ടികകൾ. അതിന്റെ gift of the Holy Spirit. That's what we are meditating today. So the biblical spiritual gift. The spiritual gifts. So there are actually 3 biblical lists of the gift of the Spirit. അതാണ് ഉദ്ദേശിക്കുന്നത്. Sets of biblical gifts of the Holy Spirit. അത് നമ്മൾ ചിന്തിച്ച് അതിലൂടെ നമ്മൾ പ്രവേശിക്കണമെന്ന്. We have to meditate and we have to enter in it. ആ വചനം ചിന്തിച്ചിട്ട് നമ്മൾ അത് പ്രാപിക്കാൻ വേണ്ടിയാണ് അല്പസമയം ഇരിക്കാൻ പോവാ. We are going to meditate, then to receive it, we are going to pray. അതിനുശേഷം അവസാനം നമ്മൾ പ്രാർത്ഥിക്കും. And after worshiping spirit, we will pray at the end. എല്ലാവരും ആയ സ്ഥാനത്ത് പ്രാർത്ഥനയോടെ ഇരിക്കുക. Sit with prayer where you are. നിങ്ങൾ ഹോളി സ്പിരിറ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. Speak to the Holy Spirit. നിങ്ങൾ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കണം.
Speak to Jesus. Always. നിങ്ങൾ യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. Speak to Jesus. നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവ് എനിക്കിത് വേണം, എനിക്ക് ഈ അഭിഷേകം വേണം. Tell God, I need this anointing. കർത്താവ് എനിക്ക് ഇത് ദൈവസഭയ്ക്ക് ഇത് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ അല്ലെങ്കിൽ ഉപയോഗമായി തീരുവാൻ എനിക്ക് ആവശ്യമാണ് ഗിഫ്റ്റുകൾ. Father, I need it for the benefit of the kingdom of heaven. അപ്പൊ കർത്താവ് തരുവാനിടയാവും. Then God will give you. നമുക്ക് ദാഹമുണ്ടെങ്കിൽ ദൈവം തരും. You're thirsty, God will. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു വലിയ ഉദ്ദേശമുള്ളതിനാൽ ദൈവം നമുക്ക് തരും. God has a purpose in our life, so God will give to us. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ ആത്മാവിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ ദാനങ്ങളുടെ 3 പട്ടികകളുണ്ട്. Three lists of the spirit spiritual gifts in our life from Holy Spirit. അവയെ നമ്മൾ വിളിക്കുന്നത് ആത്മീയ ദാനങ്ങളാണ് വിളിക്കുന്നത്. ആത്മീയ ദാനങ്ങൾ. We call it spiritual gifts. അതിന്റെ 3 ഭാഗങ്ങൾ നമുക്ക് റോമാലേഖനത്തിൽ കാണാൻ പറ്റും. 3 portions we can see it in book of Romans. Romans 12, നിങ്ങൾ നോട്ട് ചെയ്തോ, 12:6-8. So 1 Corinthians chapter 12-4, 11 to Romans chapter 12:6-8, then 1 Corinthians chapter 12:4-11, then 1 Corinthians chapter 12:28. 12:28. ഇതാണ് 3 ഭാഗങ്ങൾ. സ്പിരിച്വൽ ഗിഫ്റ്റിന്റെ 3 ഭാഗങ്ങളാണത്. And the 3 portions of the spiritual gifts. അതുപോലെ എഫേസ്യർ ലേഖനം 4:4-11 നമുക്ക് ഉൾപ്പെടുത്താം. 4:11. Ephesians chapter 4 verse 11. പക്ഷെ അത് സഭയ്ക്കുള്ള ഒരു സഭയ്ക്കുള്ളിലെ ഓഫീസുകളുടെ പട്ടികയാണ് ഈ എഫേസ്യർ ലേഖനം 4:11. Book of Ephesians chapter 4 verse 11 is for the edification of the church and the spiritual gifts for the church. അത് ആത്മീയ ദാനങ്ങളല്ല. It's not the spiritual gifts. എന്നാൽ റോമൻ 12 കാണിച്ചിരിക്കുന്നത് ആത്മീയ ദാനങ്ങൾ അല്ലെങ്കിൽ പ്രവചനം, ശുശ്രൂഷ, പഠിപ്പിക്കൽ, പ്രോത്സാഹിപ്പിക്കൽ, ഇതെല്ലാം ആത്മീയ ദാനങ്ങളാണ്. Romans 12 is the spiritual gifts, teaching, exhortation, just giving, those are അതുപോലെ കൊടുക്കൽ, നേതൃത്വം, ഇതെല്ലാം ആത്മീയ ദാനങ്ങളാണ്. leadership, giving, all those are in the portion of spiritual gifts. കൊരിന്ത്യർ 1 Corinthians 12:4-11 പട്ടികകളിൽ ജ്ഞാനത്തിന്റെ വചനം കാണാൻ പറ്റും. 1 Corinthians chapter 4, and if after 12 down, we can see the gift of wisdom, knowledge. അറിവിന്റെ വചനം കാണാൻ പറ്റും. Gift of knowledge, wisdom, വിശ്വാസം കാണാൻ പറ്റും. faith, രോഗശാന്തി കാണാൻ പറ്റും. അത്ഭുതങ്ങൾ, miracles, പ്രവചനം, prophecy, ആത്മാക്കളെ വേർതിരിക്കൽ, discerning, അന്യഭാഷയിൽ സംസാരിക്കൽ. tongues. അന്യഭാഷകളുടെ വ്യാഖ്യാനം. Interpretation of the tongues. സോ 1 Corinthians 12-28 പട്ടികയില് 1 Corinthians 12:28. രോഗശാന്തികൾ, സഹായം, ഭരണകൂടങ്ങൾ, വിവിധ ഭാഷകൾ. രോഗശാന്തികൾ, സഹായം, ഭരണകൂടങ്ങൾ, the government, വിവിധ ഭാഷകൾ, different tongues, എന്നിവ ഉൾപ്പെടുന്നു. it's included in those. ഹല്ലേലൂയ. ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. It's all involved in this. Thank you, Jesus. Prophecy എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡ് ട്രാൻസ്ലേറ്റർ പ്രൊഫസി. So in both passage, prophecy means speaking forth എന്നായിരിക്കും. Speaking forth. The meaning of prophecy. അതാണ് സ്പീക്കിംഗ് ഫോർത്ത് എന്നാണ് മീനിങ് ഓഫ് പ്രൊഫസി നമുക്ക് കാണാൻ പറ്റുന്നത്. It's the speaking forth. That's meant by prophecy. And main ഉദ്ദേശം inspiring, declaring the purpose of God, whether by reproving, dominating the wicked. Declaring and reproving the purpose of God. That's the purpose of prophecy. ഹിഡനായിട്ടുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് പ്രൊഫസി. Declaring the divine things. റിവീൽ ചെയ്യുന്നതാണ് പ്രൊഫസി. Revealing. ഫ്യൂച്ചറിലെ കാര്യങ്ങൾ, ഫ്യൂച്ചറിലെ ഈവന്റ്സ്, ദൈവിക ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. And it to us the future plans.
from God to us. ബൈബിൾ പ്രൊഫസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിക്ലെയർ ദ ഡിവൈൻ വിൽ, ദൈവത്തിന്റെ വിൽ അറിയിക്കുന്നതാണ്. Declaring the divine will to us. ദൈവത്തിന്റെ അത് ഇന്റർപ്രറ്റ് ദ പർപ്പസ് ഓഫ് ഗോഡ് ആണ്, അതായത് പർപ്പസ് അറിയിക്കുന്നതാണ് പ്രൊഫസി. Interpreting the purpose of God to us, that's prophecy. പ്രവചനം രണ്ട് ഭാഗങ്ങളും, പ്രവചനം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം സംസാരിക്കുക എന്നാണ്. So speak forth. That's a meaning, Latin meaning of prophecy. Yeah. അതൊരു ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ പ്രഖ്യാപിക്കുന്നു, സൂചിപ്പിക്കുന്നു. God's will, divine will in our life. അത് ദുഷ്ടന്മാരെ ശാസിക്കുകയും ചെയ്യും, ഉപദേശിക്കുകയും ചെയ്യും. This will rebuke the wicked people and teach, instruct them. സോ നിങ്ങൾ ആ ഒരു പോയിന്റ് ചിന്തിച്ചാണ്, ഒരു കീവേഡ് ആണ് അത്. ദുഷ്ടന്മാരെ, പ്രവചനത്തിലൂടെ ദുഷ്ടന്മാരെ ദൈവം ശാസിക്കും. In prophecy, God rebuked the wicked people. ഈ ദിവസങ്ങളിലെ പ്രൊഫസി നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങളിലുള്ള കുറവുകൾ വെളിപ്പെട്ട് വരുന്നില്ലെങ്കിൽ റിയൽ പ്രൊഫസി അല്ല. If God is not revealing your mistakes or shortcomings, it's not a real prophecy. ജസ്റ്റ് നിങ്ങൾക്ക് സോപ്പിട്ട് പറയുന്ന മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രൊഫസിയായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. It's not just comforting you and pleasing you. That's not prophecy. അപ്പൊ ദുഷ്ടന്മാരെ ദുഷ്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപികളെ ശാസിക്കുന്ന ഒന്നാണ് പ്രൊഫസി. രണ്ട്, ഉപദേശിക്കുന്നതിന്, ഉപദേശം വരും ഇതിനകത്ത്. Second one is instructing the people. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ശരിക്കുള്ള പ്രൊഫസി നിങ്ങൾ ചിന്തിച്ചു വേണം. മുഖത്ത് നോക്കി നിങ്ങളുടെ പാവങ്ങൾ പറയുന്നതാണ് പ്രൊഫസി. റിയൽ പ്രൊഫസിയുള്ള ദൈവദാസന്മാർ അതാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കി പാവങ്ങൾ പറയും. അവിടെ നിങ്ങൾ അവരോട് ദേഷ്യപ്പെടേണ്ട, വിഷമിക്കേണ്ട, പരിശുദ്ധാത്മാവോട് സംസാരിക്കുന്നതാണ്. The real prophetic spirit will look at your face and tell your shortcomings. That's a real prophecy. So don't get mad to prophets. ഞാൻ പല പാസ്റ്റർമാരോട്, ഈ പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെ വിളിച്ച് സ്റ്റേജിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് അവരെ പബ്ലിക്കായിട്ട് ഞാൻ അവരെ ഇത് ചെയ്യാറില്ല, മീൻസ് മോശമാക്കാറില്ല. ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പേഴ്സണലായിട്ട് കണ്ടിട്ട് ഒരു പാസ്റ്ററെ ഇന്ന വിഷയത്തെ വെളിപ്പെടുത്തി സ്വീകരിച്ചോളാൻ പറയും, എന്നിട്ട് പോയി മനസ്സാന്തരപ്പെടാൻ പറയും. Preachers, I don't rebuke them publicly, but I call them privately and I tell them these are the things Holy Spirit spoke to me. So you correct in your life. നമ്മുടെ ജീവിതത്തിൽ അപ്പം ഗ്രൂപ്പായിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചില കാര്യങ്ങൾ പബ്ലിക്കായിട്ട് അവരോട് പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പേഴ്സണലി വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ ഏറ്റെടുക്കണം. നിങ്ങൾ ഒരിക്കലും പിന്നെ അവരോട് പണം കരുതാം. ഞാൻ കണ്ടിരിക്കുന്നത്, നമ്മൾ ഒരാളുടെ ഒരു പാവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളവരെ വിളിക്കത്തുമില്ല, അവർ നമ്മളെ വിളിക്കത്തുമില്ല, അവർ നമ്മൾ മിണ്ടത്തുമില്ല. എന്താ പറഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മൾ ഭയങ്കര പണക്കമാണ്. Some people, when we tell them their mistakes, they hate us after. രണ്ടാമത്തെ വിഷയം ചില പല പാസ്റ്റർമാർ കാണുന്നുണ്ട്, അല്ലെ പല ഈ പ്രൊഫസി ഗിഫ്റ്റ് ഉള്ളവർ കാണാൻ, ചിലപ്പം നമ്മൾ ഒരാളെ പറ്റി ഒരു കുറവ് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ ശേഷം അവരത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ട്. അതും ഭയങ്കര തെറ്റാണ്. They, after talking to the person face to face, then they go and tell other people. That's a big mistake. That's a big sin. ദിവസം എനിക്കൊരു 10 കോൾ വരാറുള്ളത്. എന്റെ ഈ വരുന്ന കോളുകളെ പറ്റി ഞാൻ എന്റെ വൈഫിനോട് പോലും പറയാറില്ല. മീൻസ് ആരെന്ത് വിളിച്ച് അവരോട് എന്ത് പറഞ്ഞു, അവർ ഇന്ന ഭാവത്തിലാണെന്നോ അല്ല ഇന്ന വിഷയത്തിലാണെന്നോ അല്ല എന്റെ ചർച്ചിലെ ഓരോരുത്തരുടെ വിഷയങ്ങൾ എനിക്കറിയാം. അവരെ പറ്റി എന്റെ വീട്ടിൽ നിന്ന് ഡിസ്കസ് ചെയ്യാറൊന്നുമില്ല. 10 to 20 people call me, but I don't discuss it with my wife or nobody because I have to keep a secret. And even the church people, I know there are problems, but I don't share it with anyone. ഞാനിപ്പോ ഒരാളോട് ദൂത് പറഞ്ഞാൽ തന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അവർ ചോദിക്കും ഇന്ന ദൂത് പാസ്റ്റർ പറഞ്ഞ് ഓർക്കുന്നു. ഞാൻ ഓർക്കത്തുമില്ല, കാരണം ഞാൻ പറഞ്ഞത് അന്നേരം ഞാൻ കട്ട് ചെയ്ത്, ഞാൻ വിട്ടത്, ഞാൻ പിന്നെ വെച്ചോട് നടക്കുന്നില്ല. The message I tell to people and I forget. I don't, because sometimes people ask me, Pastor, do you remember what you said? But I don't remember. I just let it go. ഇപ്പൊ ആരെങ്കിലും ഒരാളൊരു വിഷയം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ വിഷയം പ്രാർത്ഥിച്ച ദൈവം എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു, വിടുതലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ സ്വത്രം പറഞ്ഞാണെന്നാ, പിന്നെ ഞാൻ ഓർക്കത്തുമില്ല. ഇപ്പൊ അവർ വിളിച്ചിട്ട് പിന്നെയും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ സ്വത്രം പറഞ്ഞാൽ മതി. മനസ്സിലായി? ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ദൈവം പ്രവചനം തന്നിരിക്കുന്നത് അത് ദൈവവും ഞാനും ആ വ്യക്തിയും മാത്രം അറിഞ്ഞാൽ മതി. അല്ല പബ്ലിക്കായിട്ട് പറയുന്ന വിഷയം പബ്ലിക്കായിട്ട് പറയണം, പേഴ്സണലായിട്ട് പറയുന്ന വിഷയം പേഴ്സണലായിട്ട് പറയണം. അത് ലോകക്കാര് മറ്റുള്ള അത് പ്രസംഗത്തിലോ അല്ലെങ്കിൽ അത് നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലുള്ള മറ്റുള്ള ആൾക്കാരിലോ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം അത് പിന്നീട് ക്ലാഷ് ആയി മാറും, കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങളായി തീരും. To keep a secret. It's only between God and that person and myself. I should not share it. Nobody should share it in the public or tell others, or then it will be a gossip.
and ഒരു വീട്ടിൽ നിന്ന് തന്നെ വൈഫ് എന്നെ വിളിക്കാറുണ്ട്, അവരുടെ ഭർത്താവിനെ വിളിക്കാറുണ്ട്. വൈഫ് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ അടിയുണ്ടാവും, ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങൾ വൈഫിനോട് പറഞ്ഞ അടിയുണ്ടാവും. അപ്പൊ രണ്ടുപേര് പറയുന്ന കേട്ടിട്ട് രണ്ടുപേര് പറയുന്ന കാര്യങ്ങൾ പ്രാർത്ഥിച്ചങ്ങ് മറന്നു കളഞ്ഞേക്കും, പിന്നെ കുഴപ്പമില്ലല്ലോ. Sometimes wife calls her, husband calls her, but I cannot share each other. Husband thing to wife or wife thing to husband, and there will be quarrel in the house. We have to keep it secret. അപ്പം ദുഷ്ടന്മാരെ ശാസിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് ഈ ഗിഫ്റ്റ് വന്നിരിക്കുന്നത്. അതുപോലെ ഉപദേശിക്കണം, നമ്മൾ അവരെ ഉപദേശിക്കണം. Holy Spirit gave us the gift to rebuke the wicked people. We can listen, instruct them. മറ്റൊരു പോയിന്റ് ഉണ്ട്, ദുരിതം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കണം. മനസ്സിലായോ? നമുക്ക് ഒരു ആശ്വാസത്തോടെ അവർക്ക് കൊടുക്കണം. Holy Spirit is comforting. The prophetic ministry is comforting. അതുപോലെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തണം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന പാപം മാത്രമല്ല, പൈശാചിക ശക്തികളുടെ മറഞ്ഞിരിപ്പുണ്ട്. അതായത് ഓരോ വ്യക്തികളിലും സ്പിരിറ്റിന്റെ അറ്റാക്കുകൾ ഉണ്ടാവും. അതിന്റെ റൂട്ട് കണ്ടുപിടിച്ച് നമ്മൾ വെളിപ്പെടുത്തണം. Another area is revealing the hidden things, not only sin, but also satanic attack against the family or people. And so we have to find the root and rebuke them. ലക്ഷക്കണക്കിന് പൈശാചിക സ്പിരിറ്റിന്റെ ഇടയിൽ നമ്മൾ നിൽക്കുന്നത്, ലക്ഷക്കണക്കിന് പൈശാചിക വീണുപോയ ദൂതന്മാരുടെ ഇടയിൽ നമ്മൾ നിൽക്കുന്നത്. Among millions of demonic forces which are കർത്താവിനെ കാണിച്ചു ലഗിയോൻ ബാധിച്ചവൻ 6000 പിശാചായിരുന്നു അവരുടെ ദേഹത്ത്. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ എത്ര കോടിക്കണക്കിന് പൈശാചിക മണ്ഡലത്തിൽ നമ്മൾ നിൽക്കുന്നത്. The legion, the person who attacked by the legion, that's 4,000 to 6,000 demons in it. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എസ്പെഷ്യലി പിശാചിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനമുള്ളപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ പാവങ്ങളിൽ ജനം നടക്കുമ്പോഴത്തേക്ക് എത്രമാത്രം പൈശാചിക മണ്ഡലങ്ങളുടെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് ആലോചിച്ച് എനിക്ക്. In this world we know there are Satan worshippers, and think about it, how much stronger the forces of demonic. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ടൊരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, അതിന്റെ പുറകിൽ എന്തോ ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിച്ചോണം. 1-2 പനി വരുന്ന കാര്യമില്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു കടം വന്ന്, അല്ലെങ്കിൽ ഒരു ജോലി പോയി, അതല്ല ഉദ്ദേശിക്കും. സ്ഥിരമായിട്ട് എന്തെങ്കിലും നമുക്കൊരു അറ്റാക്ക് സംഭവിച്ചുകൊണ്ടിരിക്കണം, ആലോചിച്ചോണം, എന്തോ എന്റെ പുറകിലുണ്ടാവും. When you have constant attack from demons, not just a solitary death or losing job, not that, I'm not talking about that, but you have constant attack from the devil, you need to know there is something behind it. സ്ഥിരമായിട്ട് നിങ്ങളുടെ ഭവനത്തിൽ ഭ്രാന്തിന്റെ അസുഖം ഉണ്ടെങ്കിൽ ആലോചിച്ച് എന്റെ പുറകിൽ എന്തോ ഉണ്ട്, ഏതോ ഒരു അറ്റാക്ക് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മിസ്കാരേജ് ഉണ്ടെങ്കിൽ എന്തോ അറ്റാക്ക് ഉണ്ട്. അതുപോലെ നോക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഭവനത്തിൽ മീൻസ് ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ ഒരു അറ്റാക്ക് ഉണ്ട്. നിങ്ങളുടെ ഫാമിലി ജീവിതത്തിൽ എന്തോ ഇറിറ്റേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്തോ ഒരു ഇറിറ്റേഷൻ ഉണ്ട്. നോക്കി അതിന്റെ പുറകിൽ ഒരു ആത്മാവ് കാണും എപ്പോഴും. So if you can go forward in your life or family, like if you have insanity or miscarriage or divorce or family issue, irritation, there should be some kind of demonic forces behind it. ചിലർക്ക് എത്ര ബിസിനസ് ചെയ്താലും എത്ര പൈസ അവരുടെ കൈ നിൽക്കത്തില്ല, എല്ലാ ബിസിനസ് തകർന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ പുറകിൽ എന്തോ ഉണ്ടാവും. Some people, they do business but they never get any money, they're losing money. So that means there's a demonic force behind it. മറ്റൊരു പോയിന്റ് ആണ് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് ഭാവി സംഭവങ്ങൾ നമ്മൾ പ്രവചിച്ചുകൊണ്ടിരിക്കും. ഭാവി സംഭവങ്ങൾ പ്രവചിക്കുന്നു. Then Holy Spirit does another thing. He will let us know about the future matters. ഭാവിയോടെ നമ്മുടെ ഭാവി മാത്രമല്ല, നമുക്ക് ദേശത്തിലെ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സഭയുടെ ഭാവികളൊക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റും. Prophecy about the nation's future, church future, and Holy Spirit reveal all those things to us. അപ്പൊ അതും ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇതിനകത്ത് തരും, ഈ പ്രവചനത്തിൽ തരും. ഇതിനകത്ത് മെയിനായിട്ട് മറ്റൊരു കീ പറയാണ്, ദൈവഹിതം പ്രഖ്യാപിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്, ദൈവഹിതം പ്രഖ്യാപിക്കുക. Main benefit of prophecy is declaring the will of God. നമ്മൾ ജനത്തെ സ്വാധീനിക്കാൻ വേണ്ടി ഉള്ളതല്ല പ്രവചനം. Prophecy is not to influence people, but to declaring God's will in our life. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഹൃദയം നമ്മൾ അറിയിക്കാൻ വേണ്ടിയാണ് പ്രൊഫസി മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. Let us know the heart of God to us. പ്രൊഫസി കൊണ്ട് മിസ്യൂസ് ചെയ്യരുത് ഒരിക്കലും. So we should not abuse or misuse. ഞാൻ ഓർക്കുന്നുണ്ട് ഒരാളിനെ UK വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഈ ഷെയർ മാർക്കറ്റിന്റെ ഉയർച്ചയും താഴ്ചയെ പറ്റി പ്രവചിക്കാൻ ഞാൻ കമ്മീഷൻ തരാന്ന് പറയും. One person called me from Russia, told me, Pastor, please prophesy about the share market, stock markets, up or down. I will give you commission. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പ്രവചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രവചിക്കുന്ന പാസ്റ്റർമാരുണ്ട് എനിക്ക്, ഈ എസ്പെഷ്യലി ആഫ്രിക്ക എന്നൊക്കെ അങ്ങനെ പ്രവചിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പ്രവചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ പറയും നമുക്ക് കമ്മീഷൻ തരാന്ന് പറയുന്നത്.
Then, especially some pastors prophecy like that, but like ministers or some, but they say you get commission from the stock market. പ്രൊഫസി അതിനു വേണ്ടിയല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. God did not give us prophetic ministry for that. സോ അടുത്തതാണ് സെർവിങ്. അടുത്ത ഒരു ഗിഫ്റ്റ് ആണ് സെർവ് ചെയ്യുക. Another point is serving others. സെർവിങ് എന്ന് ചെയ്യുന്ന മിനിസ്ട്രിങ് എന്ന് ഉദ്ദേശിക്കും. മിനിസ്ട്രിങ്. Serving means ministry. അതായത് നിങ്ങൾ എന്ത് സർവീസ് ഓഫ് എനി കൈൻഡ് നമ്മൾ കർത്താവിന് വേണ്ടി എനി കൈൻഡ് അതാണ് ഉദ്ദേശിക്കുന്നത്. ആ സെർവിങ്, ആ ഒരു മനസ്സുണ്ടെങ്കിൽ അതൊരു ഗിഫ്റ്റാണ്. The serving mentality for the glory of Jesus. That's a gift of Holy Spirit. അതെന്ന് വെച്ചാല് ഡീക്കൺ എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്നത്. ഈ ഡീക്കൺസ്, അതായത് അസിസ്റ്റ് ചെയ്യുന്ന ഡീക്കൺസ്. Deacons, they're assisting others in the church. അപ്പൊ നമുക്ക് നമ്മുടെ ചർച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന് വേണ്ടി എന്ത് മിനിസ്ട്രി, മറ്റുള്ളവർക്ക് സഹായമായി എന്ത് ചെയ്താലും അതൊരു ഗിഫ്റ്റാണ്. നിങ്ങൾ ഓർത്തോണം. Whatever the people for the glory of Jesus Christ, that's a gift from God. അപ്പൊ ഒന്നിനും കുറവില്ല. ഞാൻ പറഞ്ഞില്ല, അപ്പൊ നിങ്ങളിപ്പോ ഒരു സൂം മീറ്റിംഗിൽ നിങ്ങളൊന്ന് കണ്ടക്ട് ചെയ്തു, അതൊരു നിങ്ങൾക്കൊരു ഗിഫ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഒരു പായിട്ടോ, അതൊരു ഗിഫ്റ്റാണ് നിങ്ങളെ. അല്ലെങ്കിൽ നിങ്ങളൊരു ഫുഡ് അറേഞ്ച് ചെയ്തു, നിങ്ങളെല്ലാം ഒന്ന് ടേബിളിൽ വെച്ചു, അതെല്ലാം ഒരു ഗിഫ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. The Zoom meeting, arranging food for others, or put a mat on the floor for prayer meeting, all those are gifts. Not everybody can do that. കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും, അതായത് കർത്താവ് ഒരു ഗ്ലാസ് വെള്ളം എന്റെ നാമത്തിൽ ചെയ്താലും പ്രതിഫലമുണ്ടെന്ന് വെള്ളം തന്നാൽ, അപ്പൊ എന്ത് നിങ്ങൾ യേശുവിന് വേണ്ടി ചെയ്താലും അതൊരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക്. Whatever for the glory of Jesus Christ, that's a gift. Not everybody can do it. That's for your gift. ഞാൻ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ചെറിയ കാര്യങ്ങളോട് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് അതിനകത്ത് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. ഐ എം ഫ്രാങ്ക്ലി പറയുക. I can do big things, but sometimes I cannot do small things, but because I don't have that gift. അതിനുവേണ്ടി ചിലർക്ക് ദൈവ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. But God gives somebody that special gift. അപ്പം ചെറിയ കാര്യങ്ങൾ ചിലത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഇങ്ങനെ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കുഴഞ്ഞു പറഞ്ഞു നിൽക്കും. നമ്മളവിടെ പോയി നിന്നാൽ അവർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയിച്ചു പോകും. എത്ര സ്പീഡിൽ അവർ ചെയ്യുന്നത്, എന്തൊക്കെ അവർ ഓർഡർ ചെയ്യുന്നത് നോക്കി, അത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് certain things I cannot do, like certain small things, or do this and that, but I can only stand there and watch them doing it, but I cannot do it because it's a gift given. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളത് ഇന്ന ആകെ പ്രവചനം ഉണ്ടല്ലോ, ഇന്ന ആകെ അത്ഭുതം ചെയ്യാൻ പറ്റുന്ന കർത്താവ് എനിക്ക് ഇതേ ഉള്ളൂ അങ്ങനെ വിചാരിക്കേണ്ട. അത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അത് നിങ്ങൾ ഉപയോഗിക്കണം. Don't think that, oh Lord, they can prophesy, they can preach, but I cannot do that. Don't think that way. Whatever gift you have, God has given to you, use it. That's a special gift for you. നിങ്ങൾ പൂർണ്ണ മനസ്സോടെ നിങ്ങൾ ചെയ്യണം. അത് do it with your whole heart. Do it for the glory of God. നമ്മുടെ അപ്പോസ്തലന്മാരൊക്കെ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ദൈവദാസന്മാരൊക്കെ ചിന്തിച്ചാൽ, അവരൊക്കെ ഫുഡ് വിളമ്പുന്നവരായിരുന്നു. നോക്കി മേശമേൽ ഫുഡ് വിളമ്പുന്നവരൊക്കെയാണ്. അവരൊക്കെയാണ് പിന്നെ അപ്പോസ്തലന്മാരായി തീർന്നത്. 7 disciples, they chose, they were all serving on the tables. That's their ministry. സ്റ്റീഫനൊക്കെ പഠിച്ചു നോക്കി. അവരൊക്കെ അങ്ങനെ ത്രൂ യുവദാസന്മാരെ പ്രീച്ച് ചെയ്യുന്ന പറഞ്ഞാൽ കേട്ടോണ്ട് പഠിച്ചിട്ട് അവർ പിന്നെ പ്രീച്ചറായി മാറിയിട്ടുണ്ടോ അറിയാമോ? There are many preachers, they listen to others and they become preachers. But these 7 people, they were ministering on the table for Stephen and Philip and all those. എനിക്ക് അബുദാബിയിൽ ഞാൻ പവർ വിഷനിൽ ഞാൻ എനിക്കുണ്ടായിരുന്നു ബ്രോഡ്കാസ്റ്റ് ഉണ്ട്. ആ സമയത്ത് എന്റെ ക്യാമറാമാൻ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പയ്യനായിരുന്നു. Ministry in the Power Vision, and my cameraman was a deaf boy. മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ അദ്ദേഹം സ്മോക്ക് ചെയ്യുന്ന ആളായിരുന്നു. ലോകത്തിന്റെ അതിൽ പോകുന്ന ആളായിരുന്നു. ഒരു ദിവസം എന്നോട് വാസ ഞാൻ സ്മോക്കിംഗ് നിർത്തി. എന്നോട് പറയാം സ്മോക്കിംഗ് നിർത്തി. ഞാൻ എന്താ കാരണം? എന്നോട് പാസ്റ്റർ പ്രീച്ച് ചെയ്യുന്നു. പാസ്റ്ററിന്റെ ദൈവപ്രവചനം കാണുമ്പോൾ ഞാൻ ഇങ്ങനെ സ്മോക്ക് ചെയ്തതിന്റെ അകത്ത് നിൽക്കാൻ പറ്റും. When you are preaching in the word of God, and then I cannot start working with you by smoking. നോക്കി അദ്ദേഹം പിന്നെ കർത്താവിനോട് ഒത്തിരി അടുക്കുവാനിടയായി. അതായത് ഫാമിലി കർത്താവിനോട് അടുക്കുവാനിടയായി. And the family came to Jesus. കാരണം അതാണ് പരിശുദ്ധാത്മാവിനെ രൂപാന്തരപ്പെടുത്തുന്നത്. Holy Spirit will transform people. So അടുത്തൊരു ഗിഫ്റ്റ് ആണ് ടീച്ചിങ്. And the gift is teaching. Teaching the word of God, explaining the meaning നമ്മൾ മനസ്സിലാക്കും. അതാണ് ടീച്ചിങ്. Teaching is explain the word of God, make them understand the meaning of that word of God. അത് application to the hearer's life. മനസ്സിലായോ? Applying to your life, so helping
others to help them to apply the നമ്മുടെ പ്രസംഗമൊക്കെ കാണും, ഒരു വേർഡ് എടുത്തിട്ട് ഭൂമി അങ്ങനെയാണ്, ഭൂമിക്ക് എഴുതലുണ്ട്, ഭൂമി അങ്ങനെ ഇരിക്കുന്ന, ഭൂമി പൊട്ടാറായ, ഭൂമി ഇപ്പോൾ തന്നെ രണ്ടായിട്ട് തീർ, ഭൂമി. അതൊന്നും അല്ല, അത് ജസ്റ്റ് ആൾക്കാരെ ഹരം കൊള്ളിക്കുന്ന വേർഡുകൾ മാത്രമാണ്, അതൊന്നും ടീച്ചിങ് അല്ല. സോ ജസ്റ്റ് ആൾക്കാരെ അങ്ങനെ എന്താണ് ഹരം കൊള്ളിക്കുന്ന വേർഡ്സ് മാത്രമാണ്. Some people, they talk about from their knowledge, that's worldly knowledge, just to scare up people. That's not from Holy Spirit. And a gifted teacher എന്ന് പറഞ്ഞാൽ is one who has a unique ability to clear instruct and communicate knowledge, specifically the doctrine of faith. The gifted from Holy Spirit is a clear instruction, and he can communicate well by the power of Holy Spirit. അതാണ് ടീച്ചിങ്, ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ടു ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ, നോളേജ് ജനത്തിന് കൊടുക്കണം. He can give clear instructions from Holy Spirit to the Especially doctrine of the faith. especially, yes, doctrine of faith. അങ്ങനെ അതാണ് ടീച്ചിങ്. നിങ്ങൾ ഓർത്ത ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ, അതാണ് ടീച്ചിങ്, റിയൽ ഉള്ള ടീച്ചിങ് ഗിഫ്റ്റ് അതാണ്. Teaching you simplified by the power of അല്ല നിങ്ങൾ ഒരു പ്രസംഗത്തിൽ കേട്ട് ഇപ്പൊ വിടുതൽ പുള്ളി ആ പ്രസംഗത്തിന്റെ അകത്ത് മുഴുവൻ 100 വിടുതല്, എന്ത് വിടുതല്? പക്ഷെ റിയൽ ആയിട്ട് നമ്മള് റിയലായിട്ട് നമ്മൾ വേർഡ് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ജനത്തിന് വിടുതലാവും. So some people deliverance, but there's no deliverance. But if the Holy Spirit is honestly, വേർഡ് ഓഫ് ഗോഡ് ആണ് അവർക്ക് വിടുതൽ കൊടുക്കുന്നത്. നമ്മുടെ ഭാഷകളല്ല വിടുതൽ കൊടുക്കുന്നത്. നമ്മൾ പുറമെ ഒന്നും കാണത്തില്ലായിരിക്കും, നമ്മൾ ആരും നമുക്ക് വേണ്ടി സ്വത്രം ചെയ്യാനില്ലായിരിക്കും, ആരും ബഹളം വെക്കാനില്ല. പക്ഷെ നിങ്ങൾ നോക്കുക, അവരുടെ ഉള്ളിൽ തീ വരും, അവർ കരയാൻ തുടങ്ങും, അവർക്ക് മനസ്സാന്തരം ഉണ്ടാകും. അതാണ് റിയൽ ആയിട്ടുള്ള ടീച്ചിങ്. teaching is not a wording, but the Holy Ghost work through the Word of God and work inside their spirit, and they have repentance. സാവധാനം ഞാൻ കണ്ടിട്ടുണ്ട്, സാവധാനം നമ്മൾ ടീച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പലരിൽ നിന്ന് പൈശാചിക ശക്തികൾ ഇറങ്ങിപ്പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ ആത്മാവിൽ കണ്ടിട്ടുണ്ട്. അവിടെ ശാസിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, അവിടെ അവരെ ഫൽസിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം വേർഡ് ഓഫ് ഗോഡ് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് വേർഡ് ഓഫ് ഗോഡ് വാള അല്ലേ, അത് ഓട്ടോമാറ്റിക്കലി അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക പിശാചിനെ. ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. Satanic spirits leaving people and I'm ministering to people the word of God, because word of God is a sword and Holy Spirit works with. പൈശാചിക മണ്ഡലങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്നില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അതിനെ ശാസിക്കണമെന്നില്ല. കറക്റ്റ് വേർഡ് ഓഫ് ഗോഡ് ചെന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അത് വെളിയിൽ പോകും. The spirit, but once you preach the word of God, automatically the satanic spirits come out of them. ഇരുട്ട് ലൈറ്റ് വരുമ്പോൾ ഇരുട്ട് പോകും, അത് റിയൽ ആണല്ലോ. ഇരുട്ടിൽ നമ്മൾ നിങ്ങൾ മുറിക്കാത്ത ഇരുട്ടാ, നിങ്ങൾ ലൈറ്റ് ഇടുമ്പോൾ ഇരുട്ടങ്ങ് പോകും. സിമ്പിൾ. ജീസസ് വന്നു കഴിഞ്ഞാൽ ജീസസ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടങ്ങ് പോയി. When the light shines, darkness has to flee. When Jesus comes, demonic spirits will flee. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഹൈഡായിട്ടിരിക്കും. നമുക്ക് തന്നെ നമ്മുടെ റൂമിന്റെ കോർണറുകൾ നോക്കി ലൈറ്റ് ചെല്ലാത്ത ഭാഗങ്ങളുണ്ട് അല്ലേ. Sometimes it is hiding in certain areas of our life, like you see, there's certain areas there's no light. അവിടെ നമ്മുടെ ലൈറ്റ് അടിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് അവിടെ കാണാൻ പറ്റത്തുള്ളൂ അവിടെ എന്താ ഇരിക്കുന്നത്. To shine the light, then only you can see what is going on in that area. അതാണ് വേർഡ് ഓഫ് ഗോഡ്, അതാണ് ഗിഫ്റ്റ്. That's the word of God. That's the gift of the Holy Spirit. അടുത്ത ഒരു ശുശ്രൂഷയാണ് സേവിക്കാന്ന് പറയുന്നത്, ശുശ്രൂഷ എന്ന് പറയും. Next, അത് ഏത് തരത്തിലുള്ള സേവനത്തെയും സൂചിപ്പിക്കുന്നു. kind of serving. സേവനം എന്ന് പറഞ്ഞ ഒരു വിശാലമായ ഹൃദയം ഉണ്ടെങ്കിൽ സേവിക്കാൻ പറ്റത്തുള്ളൂ. Serving needs open-heartedness and a broad-heartedness. ഇതൊരു ഡയാക്കോണിയൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ വിവർത്തനമായി. ഡയാക്കോണിയൻ എന്ന് പറഞ്ഞൊരു വിവർത്തനമാണ് അത്. That's a translation from diakonian from Greek. അതിനെ ഡീക്ക് എന്ന് പറയുന്നത്. The serving. അപ്പം അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഹല്ലേലൂയ. അടുത്ത നമുക്ക് ചിന്തിക്കാനുള്ളത് എൻകറേജിങ്. The portion is encouraging others. എക്സോർട്ടേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. Exhortation. അത് നമുക്കൊരു അത്യാവശ്യമായ ഘടകമാണ്. അത് Very important. ദൈവത്തിന്റെ മറ്റുള്ളവരെ നമ്മൾ കറക്ഷൻ ചെയ്യുന്നു, മറ്റുള്ളവരെ ബിൽഡ് ചെയ്യുന്ന എക്സോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ So we are correcting others, we are guiding them in the right path. അതൊരു മറ്റുള്ളവരെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് എക്സോർട്ടേഷൻ. Strengthening others. നിങ്ങൾ എക്സോർട്ടേഷൻ നിങ്ങളുടെ സഭയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ തകർക്കുന്ന പല എക്സോർട്ടേഷൻ നമ്മുടെ സഭയിൽ കാണുന്നത്. Some exhortation, they are breaking other people. മറ്റുള്ളവരെ വീക്ക്നെസ് ചെയ്യുന്നല്ലേ, മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതാണ് പലരുടെ എക്സോർട്ടേഷൻ. Some people break them down
instead of lifting, building them up. പലരുടെയും ഫെയ്ത്ത് കളയുന്നതാണ് പലരുടെയും എക്സോർട്ടേഷൻസ്. They make them faithless. But there are some people who are. അതല്ല എക്സോർട്ടേഷൻ, അതല്ല പ്രബോധനം, അതല്ല പ്രബോധനം. നമ്മളെ സ്ട്രെങ്തൻ ചെയ്യണം. So exhortation will strengthen others. Strengthening weak faith എന്നാ പറയുന്നത്. Strengthening weak faith. Strengthening faith. Strengthening weak in faith. Yeah, or comforting in the trials. മനസ്സിലായോ? Comforting in the trials. Yeah. അടുത്തൊരു ഗിഫ്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഗിവിംഗ് എന്ന് പറയും. Another gift is giving. സോ ഗിവിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താണ്, നല്ല ജോയ്ഫുള്ളി ആയിട്ട് കൊടുക്കുക. ഹു ജോയ്ഫുള്ളി ഷെയർ വിത്ത് ദേ ഹാവ് വിത്ത് അതേഴ്സ്. അതാണ് ഗിവിംഗ്. Joyfully giving is the cheerful giver. That's what God honors. അത് whether it is a financial, material, or the giving of the personal time. Or giving your time. And attention. അത് വലിയൊരു ഘടകമാണ്. Giving attention is a major portion. മനസ്സിലായോ? ഒന്ന് ഫൈനാൻഷ്യൽ ആയിട്ട് നമുക്ക് ഗിവ് ചെയ്യാം, മെറ്റീരിയൽ ആയിട്ട് കൊടുക്കാം, നമ്മുടെ പേഴ്സണൽ ടൈം കൊടുക്കാം, ആൻഡ് അറ്റൻഷൻ കൊടുക്കാം. കഴിഞ്ഞ ദിവസം ഒരു ലേഡി, ഒരു അമേരിക്കൻ ലേഡി, വൈറ്റ് ലേഡി വന്നിട്ട് എന്റെ മുന്നിൽ പ്ലീസ് ഹെൽപ്പ് മീ. The day one American lady stand before me and she said, please help me. ഒരു 25-30 years കാണത്തോളൂ. എനിക്കൊന്ന് ഡ്രഗ്സ് എന്തോ അഡീഷൻ ആണെന്ന് തോന്നുന്നു. അവൾ വന്നിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യണം. എന്താ വേണ്ടത്, എനിക്ക് എന്താ വേണ്ടത്? Only 30 years old. And she said, please help me. അവൾ പറഞ്ഞ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് മറ്റൊരു ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ പൈസ ഇല്ല, ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല, പ്ലീസ് ഹെൽപ്പ് മീ. She has no money to move from one bus stop to other. Okay. So she said, please help me. ഞാൻ പറഞ്ഞു കയറാം, ഞാൻ ബസ്സിന്റെ അകത്ത് കയറി അവിടെ ഇരിക്കാം, സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞു. I told her to get in the bus and sit on a seat. ടിക്കറ്റ് കൊടുത്തു, ഫ്രീ ടിക്കറ്റ് കൊടുത്തു, അവർക്കൊരു ടിക്കറ്റ് കൊടുത്തു. അതിനുശേഷം അവർ ഞങ്ങൾ ട്രാവൽ ചെയ്തു. ആ സ്ത്രീയോട് ഇരിപ്പുണ്ട്, പേടിച്ചിരിപ്പുണ്ട്, എനിക്ക് കാണാൻ പറ്റും. അവസാനം അവൾ ഇറങ്ങേണ്ട സ്ഥാനത്തായപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഇവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു. She sat there with fear and I could see her. And then when the right spot came, she said, I want to get out of the bus here. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു $5 എടുത്ത് കൈ കൊടുത്തിട്ടും ഒരു വാട്ടർ, എൻ്റെ ഒരു വെള്ളം ഉണ്ടായിരുന്നു, ഒരു $5 കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ഇത് ട്രാവലിങ്ങിന്, നിനക്ക് അടുത്ത ട്രാവലിംഗ് ഇത് ഉപയോഗമാവും, നീ കയ്യിലോട്ട് കൊടുത്തു. നമ്മൾ കൊടുക്കുന്ന ചെറിയ ഗിഫ്റ്റ് ആണ്. സോ നമ്മൾ 50-100 അല്ല കൊടുക്കുന്നത്, നമ്മുടെ കയ്യിലിരുന്ന ഒരു വാളറ്റിന്റെ അകത്തിരുന്ന അവള് പൈസ എടുത്താൽ കൊടുത്തു. I gave her $5 and a bottle of water. സോ അത് കണ്ടപ്പോ അവരുടെ സന്തോഷം ഭയങ്കര ഹാപ്പിയാണ്. മനസ്സിലായോ? അവരുടെ ഹാപ്പിനെസ് നമുക്ക് കാണാൻ പറ്റും. And she got it. She was so happy. And I could see that she's very joyful. നമുക്ക് എങ്ങനെയുണ്ട്, നമുക്കൊരു വെള്ളം കൊടുക്കാൻ പറ്റും, ഞാൻ ഉദാഹരണം പറഞ്ഞു, നമുക്ക് പൈസ കൊടുക്കാൻ പറ്റും, നമുക്ക് ടൈം കൊടുക്കാൻ പറ്റും, നമ്മുടെ ടിക്കറ്റ് കൊടുക്കാൻ പറയാം, എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും മറ്റുള്ളവർ. How can we help others? We could give them money or time or attention or water or. നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ തന്നെ ഒരു ഉദാഹരണം ഞാൻ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള, ഞാൻ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു ചെയിൻ, നമ്മുടെ ഈ ചെയിൻ ഉണ്ട്, പിള്ളേരുടെ കഴുത്തെ കിടക്കുന്ന ഗോൾഡ് ചെയിൻ കിട്ടി. ഗോൾഡ് ചെയിൻ നിലത്ത് കിട്ടി. Gold chain from the floor one time. കണ്ടിട്ട് ഒരു ഗോൾഡ് ചെയിനാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കത് കടയിൽ കൊണ്ട് വിൽക്കണമെങ്കിൽ വിൽക്കാം. ഞാനിങ്ങനെ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ ചർച്ചിലേക്ക് വന്ന് കാണിച്ചായിരുന്നു. അത് നമ്മുടെ ഫിലിപ്പാസിനൊക്കെ അറിയാം. ഞാൻ എന്ത് ചെയ്ത് അത് വീട്ടിൽ കൊണ്ട് വൈഫിനോട് പറഞ്ഞു. വൈഫ് പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട, പലരെയും കാണിച്ചിട്ട് ആർക്കും ഇത് വേണ്ട. അപ്പൊ ഞാനത് ഇതിന്റെ വാളറ്റിനകത്ത് അങ്ങ് എടുത്തിട്ടത്, അവിടെ കിടക്കട്ടെന്ന് ഓർത്ത്, എന്തെങ്കിലും ചെയ്യാമല്ലോ, പിന്നെ എന്തെങ്കിലും ചെയ്യാന്ന് ഓർത്ത് വാളറ്റിനകത്ത് ഇട്ടത്. I got this gold chain and I put it in my wallet. My wife said, I don't want it. And I asked somebody, other people, they say, I don't want it. Then I put it in my wallet. ഞാൻ ചർച്ചിനെ വന്ന് ചോദിച്ചിട്ട് ആർക്കെല്ലാം ലേഡീസിനോട് ആർക്കെല്ലാം വേണോ, അവർക്കാർക്കും വേണ്ടെന്ന്, അവർക്കെല്ലാം പേടി ഇത് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇതെന്തെല്ലാം കൂടോത്രം ഉണ്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന് ആർക്കും, എല്ലാവർക്കും അത് നാച്ചുറൽ ആണല്ലോ. ഞാൻ എന്തായാലും എന്റെ വാളറ്റിനകത്ത് ഇട്ടിരിക്കുന്നത്. In the church people and this and nobody wants it, and I put it in my wallet. ഞാൻ പലപ്പോഴും ഓർത്ത് ഈ ഗോൾഡ് വിൽക്കുന്നിടത്തും വാങ്ങിക്കുന്നിടത്ത് കൊണ്ട് കൊടുത്താൽ നമുക്ക് $200-300 കിട്ടുമല്ലോ എന്ന് ഓർത്ത്, അങ്ങനെ ഞാൻ പലപ്പോഴും ഓർത്തു. So maybe give to the people who sell the gold and silver, and so I can get some money. പക്ഷെ അതെനിക്കൊരു സാഹചര്യം കിട്ടുന്നില്ല. എനിക്ക് അതിനുവേണ്ടി പോകാൻ ഒരു ഗൈഡൻസും ഇല്ല, അതിനുവേണ്ടി പോകാൻ ടൈമും കിട്ടുന്നില്ല. But I didn't have the courage or chance to do that. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ഇവിടെ ആൽദി എന്ന് പറഞ്ഞ ഞാൻ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനം വാങ്ങിക്കുക. ഞാൻ തന്നെ പോയത്, അന്ന് വൈഫ് ജോലിയിലായിരുന്നു, ഞാൻ തന്നെ പോയി. When I went to the supermarket to buy something.
ഞാനിങ്ങനെ ആ സൂപ്പർ മാർക്കറ്റ് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കൊച്ചു കുഞ്ഞുമായിട്ട് കൈക്കുഞ്ഞുമായിട്ട് ഇങ്ങനെ വിഷയം യാചിച്ചുകൊണ്ടിരിക്കുക. വൈറ്റ് ലേഡി ഒരു കൊച്ചു കുഞ്ഞുമായിട്ട് വിഷയം യാചിച്ചുകൊണ്ടിരിക്കുക. Supermarket, I saw a beggar lady with a little child, and she's begging for money. ഞാൻ സാധാരണ നമുക്ക് ഭിക്ഷക്കാർക്ക് എന്തായാലും ക്രെഡിറ്റ് കാർഡിൽ കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വാളറ്റ് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് പൈസ ഒന്നുമില്ല, അതിനകത്ത് ആകെ ഉള്ളത് ഈ ഗോൾഡ് ചെയിൻ മാത്രമേ ഉള്ളൂ. The wallet, I had no money, only this gold chain in my wallet. ഞാൻ എന്ത് ചെയ്തു, ആ ഗോൾഡ് ചെയിൻ എടുത്തിട്ട് അവർ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് കൊണ്ട് വിറ്റ് പൈസ ഉണ്ടായിക്കോളാം, എടുത്തോളം പറഞ്ഞു. Tell that beggar, you can take this gold chain and sell it and get the money. അവരങ്ങ് അവരുടെ കണ്ണ് തള്ളിപ്പോയെന്ന് പറയാം. കണ്ണൊക്കെ വീഴിച്ച് അവർ ഗോൾഡ് ചെയിനെ നോക്കുന്നു, എന്നെ നോക്കുന്നു, കൊച്ചിനെ നോക്കുന്നു, കണ്ണൊക്കെ വീഴിച്ച് അവര് വലിയൊരു എന്താ പറയുക നിധി കിട്ടിയ പോലെ അനുഭവമായി പോയി. She was so surprised. She's looking at the chain. She's looking at me. She thought it's a treasure. Are you sure you want to give to me? That's how she's looking, and she was so surprised. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതിന്റെ അനുഭവം ഉണ്ടാകുന്നത്. Church, this is the first time she has this kind of experience. ഞാൻ സൂപ്പർ മാർക്കറ്റ് ചെന്നപ്പോഴത്തേക്ക് ഉള്ളിൽ നിന്ന് പിശാച് പറഞ്ഞാൽ നീ എന്ത് മണ്ടനാളാ, ഇത്രയും പൈസ ഒരു ഭിക്ഷക്കാരത്തേക്ക് ഇത്ര പൈസ, പഞ്ചാബുത്തര കൊടുക്കേണ്ടിടത്ത് ഇത്രയും വലിയ പൈസ നീ ഇത്രയും വലിയ ഇതാണ് കൊടുത്തത്, ഇങ്ങനെ നമ്മുടെ ജനം പറയാൻ തുടങ്ങി. After doing this, my flesh is telling, you're a fool. You did this. Why you gave this much money to the beggar? You should have kept it. നമ്മൾ ചിന്തിപ്പോൾ ശരിയല്ല, ഇത്ര 100-300 രൂപയുടെ സാധനം ഒരു ധർമ്മക്കാരന് കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം. അത് നിങ്ങൾ നോക്കിയാൽ സെക്കൻഡുകൾക്കുള്ളിൽ എനിക്ക് ടക്കെന്നൊരു സൗണ്ട്, നമ്മള് ഇത് വരുന്നില്ല, നമ്മുടെ ഫോണിൽ മെസ്സേജ് വരുന്ന സൗണ്ട് ടക്കെന്നൊരു അല്ലെ ഒരു മെസ്സേജ് കേട്ടു. ഞാൻ തുറന്നു നോക്കുമ്പോഴത്തെ നമ്മുടെ ചർച്ചിലുള്ള സഹോദരി എനിക്ക് $200 സെല്ല് തരിക, അല്ലെ മിനിസ്റ്റർ എനിക്ക് എന്റെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക. യു സി, നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പുറത്ത് കർത്താവ് തന്നിരിക്കും. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞത്. നിങ്ങൾ കൊടുക്കുക, നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ഗിഫ്റ്റിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ജീസസ് നമുക്ക് വേണ്ടി തന്നു. ഈസ് എ ഗിവർ. ജീസസ് നമുക്ക് വേണ്ടി തന്നു, അല്ലേ? കണ്ട, പിതാവാം ദൈവം തന്റെ മകനെ യേശുവിനെ നമുക്ക് വേണ്ടി തന്നു. അതാണ് ഹൃദയം. യേശു നമുക്ക് വേണ്ടി മരിച്ചു. ആ ഒരു ഹൃദയം നമുക്കും വേണം. നിങ്ങളുടെ ഹൃദയ വിശാലതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഹൃദയം കഠിനമായി പോരുത്. ഹൃദയ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കണ്ണുകൾ തുറക്കും. മറ്റുള്ളവരെ നമുക്ക് കാണാം, അവരെ നമുക്ക് കാണാൻ പറ്റും, അവരാരാന്ന് കാണാൻ പറ്റും. So you will see who other person is and their needs, and you'll be able to support them and help them. എനിക്ക് അറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്. പുള്ളി 15-20 ലക്ഷം രൂപ ഇന്ത്യൻ റുപ്പീസ് ശമ്പളം വാങ്ങിക്കുന്ന ആളാണ്. 20 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആളാണ്. പക്ഷെ കഴിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സെയിൽ ഇട്ടിരിക്കുന്ന തക്കാളിയും കുക്കുംബറും സെയിൽ ഇട്ടിരിക്കുന്ന ചിക്കനും ഒക്കെ വാങ്ങിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? Spending 20 lakhs in peace, but he goes to supermarket and he's buying sales stuff like the tomatoes and അദ്ദേഹത്തിന്റെ ഫാമിലി, അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകത്തില്ല. കാരണം അവരെന്തെങ്കിലുമൊക്കെ പെറുക്കിയെടുത്ത് കഴിഞ്ഞാൽ അത്ര എക്സ്ട്രാ അഡീഷണൽ ചെലവാകും. അതുപോലും പുള്ളി സേവ് ചെയ്ത് വെച്ചിരിക്കുക. ഇതെങ്ങാനും കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ കർത്താവെ നമ്മളൊക്കെ എന്തുമാത്രം സേവ് ചെയ്തേനെ. നേർത്തു നോക്കി. He's saving all this money. He doesn't bring his children to the supermarket. They pick up something costly, so he doesn't want to spend that kind of money. നിങ്ങൾ അങ്ങനെ ആയി തീരരുത്. സേവ് ഇല്ലെന്നല്ലേ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ആയി തീരരുത്. സോ നമ്മുടെ ഹൃദയം നല്ല വിശാലത വേണം. അതൊരു ഗിഫ്റ്റ് ആട്ടോ. അത് വലിയ വിശാലത വേണം. Cheerful giving is a gift. You have to ask for that kind of gift. നിങ്ങൾ പ്രവചിക്കുന്നതിനേക്കാളും വലുതാണ് നിങ്ങൾക്ക് അങ്ങനെ ഗിഫ്റ്റ്. Even more than prophecy, this is the bigger gift. സോ അടുത്തൊരു ആണ് പ്രോത്സാഹനം അല്ലെങ്കിൽ പ്രബോധനം എന്നൊരു ഗിഫ്റ്റാ. Next one is exhortation. ദൈവത്തിന്റെ അത് മെയിൻ ആയിട്ട് ഇതാണ്. സത്യം
മറ്റുള്ളവരെ ധരിപ്പിക്കുക എന്നുള്ളതാണ്. You have to tell other people the truth. That's അതൊരു ഗിഫ്റ്റാണ്. അതായത് നമ്മൾ സത്യം മറ്റുള്ളവരെ അറിയിച്ച് അവരെ അതിനകത്തോട്ട് പ്രോത്സാഹിപ്പിക്കണം, നിങ്ങൾ ദൈവത്തിന്റെ ഭാഗത്തോട്ട് വരുവാൻ. you have to tell other people the truth to bring them to Jesus. അത് സുവിശേഷത്തിന്റെ ഒരു ഭാഗം. അതൊക്കെ That's the part of evangelization. അല്ലെങ്കിൽ ദുർബലമായ വിശ്വാസത്തെ നമ്മളെ ബലപ്പെടുത്തുന്നതാണ് ആ ഗിഫ്റ്റ്. That is bringing the weak people, weak faith. We are making them strong by telling them, teaching them the truth. ഈ പരീക്ഷകളിൽ കടന്നുപോയവരെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. This gift will help them to go through their trials and temptations and problems in their life. നമുക്ക് ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വന്നില്ലെങ്കിൽ നമ്മുടെ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ആക്കുന്ന ഒരു ഗിഫ്റ്റാണ്. So we are spending time with them. അതായത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുന്ന ഒരു എന്താണ്, അതാണ് മീൻ ചെയ്യുന്നത്. This is showing others that we are paying attention to the needs and we are able to help them. നമ്മളെ അവരെ തകർന്നിരിക്കുന്ന സമയത്ത് അവരെ ആശ്വസിപ്പിക്കും, ഒരു വേർഡ് പറഞ്ഞ് അവർക്ക് ആശ്വാസമായി തരും. Sometimes one word is enough. Once they are with the broken hearted, to comfort them. സോ അടുത്താണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഗിഫ്റ്റാണ്. ലീഡർഷിപ്പ് അതൊരു ഗിഫ്റ്റ്, ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. എല്ലാവർക്കും അത് കിട്ടത്തില്ല. Not everybody has a leadership gift. അതാണ് rulers, presidents over or has a management of others people in the church. ഇതെല്ലാം ഒരു ലീഡർഷിപ്പാണ്. റൂളിംഗ് അല്ല, ലീഡർഷിപ്പാണ് അത്. In the church or അല്ലെങ്കിൽ ഗൈഡ് എന്ന് പറയുന്നു. it's called guide. നമ്മളൊരു സ്ഥലത്ത് നമ്മളിപ്പോ ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഗൈഡ് ഉണ്ടാവും, അല്ലെ? നമ്മൾ ഒരു ടൂറിന് പോയി ഒരു ഗൈഡ് ഉണ്ടാവും. അതാണ് ലീഡർഷിപ്പ്. When you go to Israel and other countries, you have a tour guide. നമ്മളൊരു ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ, ഒരു പൈലറ്റ് കാണും. അതൊരു ലീഡറാണ്. പൈലറ്റിന്റെ ആ ഫ്ലൈറ്റിന്റെ ലീഡറാണ് അദ്ദേഹം. There's a pilot in the ship or flight. That's the leader. സോ അതുപോലെയാണ് ലീഡർഷിപ്പ് ഒരു ഗിഫ്റ്റാണ്. Leadership is a gift. ഹല്ലേലൂയ. ലീഡർഷിപ്പ് മറ്റുള്ളവരെ പണിഷ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുന്ന വേദനിപ്പിക്കാൻ വേണ്ടി ഉള്ളതല്ല, അവരെ ലീഡ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മളെ കറക്റ്റ് പാതയെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്. It's not to punish or hurt others, but it is to guide them in the right path. Hallelujah. The spirit in his life as a leads by example, you know. It's a leading spirit. നല്ല ഫ്രൂട്ട് ഉണ്ടായിരിക്കണം ലീഡേഴ്സിന്. Leaders should have spiritual fruits. വിസ്ഡം ഉണ്ടായിരിക്കണം. They should have wisdom. ഗ്രേസ് ഉണ്ടായിരിക്കണം. Grace. അങ്ങനെയുള്ളവർക്കാണ് ലീഡറായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഭരിക്കുന്നവരല്ല ആക്ച്വലി അത്. It's not ruling. അവർ ലീഡ് ചെയ്യും. It's leading and guiding. ഒരു കപ്പൽ നയിക്കുന്ന കപ്പിത്താനാണ്, അതാണ് ഒരു ലീഡർ, അങ്ങനെ പറയാം. A ship has a captain and he's guiding the ship. ജീവിതത്തിന് ആത്മാവിന്റെ ഫലമില്ലെങ്കിൽ ലീഡർഷിപ്പിന് പോകാൻ പറ്റത്തില്ല. If you have no fruit of the spirit, you cannot be a leader. കൃപയില്ലെങ്കിൽ ലീഡ് ചെയ്യാൻ പറ്റത്തില്ല. You don't have the grace of God, you cannot lead them. സോ അടുത്താണ് മേഴ്സി എന്ന് പറയുന്നത്. മേഴ്സി. Next one is mercy. മേഴ്സി നിങ്ങൾക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ. മേഴ്സി നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ മറ്റുള്ളവരെ ദയ കാണിക്കല്ലേ. Mercy. ഗിഫ്റ്റ് ഓഫ് ദി എൻകറേജ്മെന്റ് എന്ന് പറഞ്ഞത്. That's the gift of encouragement. ഇതാണ് സിമ്പതി എന്നല്ല, അല്ലെ? സിമ്പതി എന്നൊക്കെ പറഞ്ഞു. നമ്മളൊരാൾ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് മേഴ്സി ഉണ്ടാവും, കരുണ ഉണ്ടാവും. നമ്മുടെ കർത്താവിന് ഭയങ്കര മേഴ്സി അല്ലെ, കരുണ. നമ്മൾ എന്ത് പറഞ്ഞാലും കർത്താവിന് ഭയങ്കര കരുണയാവും. കരുണ. അമ്മയ്ക്ക് മക്കളോട് സ്നേഹവും അപ്പന് കരുണയാവും. നിങ്ങളുടെ മദറിന്റെയും ഫാദറിന്റെയും വ്യത്യാസമുണ്ട്. ഫാദർ കിടന്ന് ദേഷ്യപ്പെട്ട് വെച്ച് വെക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു വിങ്ങൽ എപ്പോഴും മക്കളെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയങ്കര കരുണയാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല ഈ സ്നേഹം, പക്ഷെ മദർ എന്ന് പറഞ്ഞാൽ മദർ പ്രകടിപ്പിക്കും. അപ്പൊ അതാണ് വ്യത്യാസമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ മേഴ്സി അതാണ്, എപ്പോഴും കരുണയാണ്. കർത്താവിന് എപ്പോഴും ഹൃദയം എപ്പോഴും ഇങ്ങനെ മേഴ്സിയാണ്. പിതാവിന്റെ കാര്യം പറയാം. എന്നാൽ യേശു എന്ന് പറഞ്ഞ മദറിന്റെ സ്വഭാവം ഇങ്ങനെ പ്രകടിപ്പിക്കും, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കും. The motherly love. Father has mercy
and even God manifests that. നമ്മളെപ്പോഴും ഫാദറിനെ ഒരു വലിയ ഭീകരനായിട്ട് ചിത്രീകരിക്കാറുണ്ട്, പിതാവാം ദൈവത്തെ. പക്ഷെ അദ്ദേഹം ആക്ച്വലി പാവ ഒരു മനുഷ്യനാണ്. നമ്മള് പാവ ഒരു ദൈവമാണ്. നമ്മൾ അദ്ദേഹമായിട്ട് ഇന്റിമേസിൽ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളത്. God is very merciful God, and so but Jesus has the motherly spirit. നമ്മളോട് ദേഷ്യപ്പെടും, ഒച്ച വെക്കും, പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം കരുണ കാണിക്കാൻ തുടങ്ങും. അതാണ് നമ്മൾ ഫാദറിന്റെ സ്വഭാവം. Father will show mercy to us. പക്ഷെ കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തല്ലിയെന്ന് പറഞ്ഞാലും, എത്ര ദുഷിച്ചു പറഞ്ഞാലും, എത്ര പിന്മാറി എന്ന് പറഞ്ഞാൽ കർത്താവ് സ്നേഹം എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. യേശു സ്നേഹം നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. Jesus will show us the mercy more than the Father. പക്ഷെ ഹോളി സ്പിരിറ്റ് ടോട്ടലി ഡിഫറെന്റ്. അദ്ദേഹം ഭയങ്കര സെൻസിറ്റീവാണ്. Holy Spirit is very sensitive. ഭയങ്കര സെൻസിറ്റീവ്. അദ്ദേഹത്തിന് തുമ്മിയാൽ അദ്ദേഹത്തിന് സെൻസിറ്റീവ്, അതേ മാറിപ്പോവും. Holy Spirit is very sensitive. If we do something wrong, he will leave from us. ഒരു പാവത്തിന്റെ അറ്റത്തൂടെ പോയാൽ പുള്ളി അടുക്കത്തില്ല. മനസ്സിലായി? അത് ഭയങ്കര സെൻസിറ്റീവ് അദ്ദേഹം. There is sin in our life. Holy Spirit cannot. ഹോളി സ്പിരിറ്റ് നിങ്ങൾ കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ വരാത്ത, അത് ഭയങ്കര സ്ട്രിക്റ്റ് ആ പുള്ളി. വരത്തില്ല. പിന്നെ നിങ്ങൾ മുറിക്കാത്ത പോലും വരത്തില്ല. Invite them to for. നിങ്ങളുടെ കാറെ വിളിച്ച് കയറ്റില്ല, അദ്ദേഹം വരത്തില്ല. നിങ്ങളുടെ കാറിന്റെ കൂടെ വരത്തില്ല. നിങ്ങൾ ബെഡ്റൂമിൽ വിളിച്ചില്ല, അദ്ദേഹം വരത്തില്ല. You have to invite Holy Spirit. അദ്ദേഹം അത് ഭയങ്കര സെൻസിറ്റീവ് ആളാണ് ഹോളി സ്പിരിറ്റ്. അദ്ദേഹത്തിന്റെ 3 പേരുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അത് 3 പേര് ഒരാളാണെങ്കിൽ 3 രീതികളാണ് ഇടപെടുന്നത്. Holy Spirit is very sensitive to us. So we have to invite Holy Spirit. അടുത്ത ഒരു ഗിഫ്റ്റ് ആണ് വേർഡ് ഓഫ് വിസ്ഡം. Next gift is word of wisdom. Pastor, I have to stop. ഞാൻ ഫിനിഷ് ചെയ്തു സിസ്റ്ററെ. വേർഡ് ഓഫ് ഗിഫ്റ്റ് ഉണ്ട്. വേർഡ് ഓഫ് നോളജ് ഉണ്ട്. Word of knowledge. ഇതെല്ലാം ദൈവവചനത്തിൽ കാണുന്ന കാര്യമാണ്. നിങ്ങൾ അതെല്ലാം ഒന്ന് പ്രാപിക്കാൻ പോവാ. ഫിനിഷ്. ഐ എം ഗോയിങ് ടു ഫിനിഷ് നൗ വിത്തിൻ 1 minute. അടുത്താണ് ഹീലിംഗ്സ് ഉണ്ട്. ഹീലിംഗ്സ് അതുകൊണ്ട് പറഞ്ഞിട്ട് 1 minute എടുക്കാനുണ്ടോ? Okay. Next one is the spirit of healing. ഹീലിംഗ്സ് ഉണ്ട്. ഹീലിംഗ്സ് നമ്മൾ പ്രാപിക്കണം. ഹീലിംഗ്സ് പറഞ്ഞാൽ നമ്മൾ മിറക്കിൾസ് അല്ല. ഹീലിംഗ്സ് എന്ന് പറഞ്ഞാൽ മിറക്കിൾസ് പറഞ്ഞാൽ അന്നേരം സംഭവിക്കുന്നതാണ് ഹീലിംഗ്സ്. മിറക്കിൾസ് അന്നേരം സംഭവിക്കും. Healing means miracle means it happens instantly, but healing it takes time. മിറക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് കാഴ്ചയില്ലാത്ത ഒരാൾ അന്നേരം കണ്ണ് തുറന്ന് കാഴ്ച പ്രാപിക്കുന്ന അതൊരു മിറക്കിളാണ്. Like a blind man get the vision. Eyesight, that is a miracle. ഇപ്പൊ ഒരാള് മരിച്ചെടുക്കുന്ന ഒരാൾ ചാടി എഴുന്നേൽക്കോ, അല്ലെ ഒരു മുടന്തൻ ചാടി എഴുന്നിട്ട് ഓടുന്ന മിറക്കിളാ. A lame man jumping up and down, that is a miracle. A person dead coming back to life, that's a miracle. ഹീലിംഗ്സ് പറഞ്ഞ സാവധാനം നടക്കും. Healing happens slowly. ഹീലിംഗ്സ് കുറെ ടൈം എടുക്കും. Healings take time. ഹല്ലേലൂയ. അപ്പൊ ഹീലിംഗ്സിന് വേണ്ടി നമ്മൾ എന്നും വചനം പറഞ്ഞ് ഫെയ്ത്തിലാണ് നടക്കുന്നത്. ഹീലിംഗ്സ് നടക്കുന്നത് ഫെയ്ത്ത് ബൈ ഫെയ്ത്ത്. You have to keep speaking the word of God, keep speaking, and by faith. സംശയിക്കാതെ നമ്മളെ ഹീലിംഗ്സ് ഏറ്റെടുത്തുകൊണ്ടിരുന്ന് നമ്മൾ വചനം പറഞ്ഞാണ് ഹീലിംഗ്സ് നമ്മളെ പ്രാപിക്കുന്നത്. So we have to keep on talking the word of God. Then only gradually you get the healing. നമ്മൾ നിർത്തുന്നു. അടുത്താണ് സ്പീക്കിംഗ് ഇൻ ടങ്സ്. 3 തരത്തിലുള്ള ടങ്സ് കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നമ്മളിപ്പോൾ അന്യഭാഷകൾ അടുത്ത 30 minutes അന്യഭാഷകൾ അല്ലെങ്കിൽ 35 minutes അന്യഭാഷകൾ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവാണ്. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയത്തിലൂടെ കടത്തിവിട്ട് ദൈവത്തോട് ചോദിക്കണം. ഈ ഗിഫ്റ്റ് എന്ന പകൽക്കാലം നിങ്ങൾ പ്രാപിച്ചെടുക്കുമ്പോഴാണ് നമുക്കത് പിന്നീട് എല്ലാവരും മൈക്ക് ഓപ്പൺ ചെയ്താലും മ്യൂട്ട് ഓപ്പൺ ചെയ്ത് എല്ലാവരും അന്യഭാഷയിൽ തുടങ്ങിയാൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുക. In the name of Jesus, എല്ലാവരും കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിച്ചു കൊടുത്താൽ in the name of Jesus, 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 we worship you. We worship you, Lord. We worship you, Lord. We worship you, Lord. Ragamana Shandaram. എല്ലാവരും അന്യഭാഷകൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നാൽ എല്ലാവരും മ്യൂട്ട് ഓപ്പൺ ചെയ്താലും ഹല്ലേലൂയ. എല്ലാവരും മ്യൂട്ട് ഓപ്പൺ ചെയ്ത് ദൈവത്തോട് സംസാരിച്ചാൽ പ്രാപിച്ചാലും എല്ലാവരും സംസാരിച്ചാൽ എല്ലാവരും ദൈവത്തോട് സംസാരിച്ചാൽ in the name of Jesus, in the name of Jesus, in the name of Jesus. Sagana Shankara Banaha Shararabana Hastana. Jesus, the biblical speaks. Oh, hallelujah. Hallelujah. Rakamana Shalarabana Hastana. Uri Kima Baba Barala Bana Shararagana. Oh, Imana Shanda.
Ori bara sharara. Oh Baba Baba Shima Baba Sidani. Ula bara khana sharara shandara.